നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പോലീസാണ് ഈ ആഴ്ചവട്ടത്തിലെ താരം. പോലീസ് പൊതുജനത്തോട് എങ്ങനെ പെരുമാറുന്നു, പരാതിക്കാരോട് എന്തു സമീപനം പുലർത്തുന്നു എന്നതൊക്കെ പൊതുസമൂഹത്തിന് അറിവുള്ളതാണ്. ഈ സാഹചര്യത്തിൽ റിട്ടയർ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥ എങ്ങനെ എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ജോലിയിലിരിക്കുമ്പോൾ വലിയ പവറാണ്. തൊപ്പി, കാക്കി, പിന്നെ കയ്യിൽ അധികാരം രണ്ടും. ആരെയും എന്തും പറയാനും മാറി നിൽക്കണ എന്ന് പറയാനും ഒക്കെയുള്ള അധികാരം, കേസെടുത്ത് കോടതിയിൽ കൊണ്ടുപോകാനും ഒക്കെയുള്ള അധികാരം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ആരെങ്കിലും ഹനിച്ചാലോ നമുക്ക് നമ്മളെ ഉപദ്രവിച്ചാലോ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്ത സബ് ഇൻസ്പെക്ടർ ആരെങ്കിലും തിരിഞ്ഞു. ഇതൊരു പുതിയ കഥയല്ല, പുതിയ അറിവുമല്ല. റിട്ടയർ ആയ പോലീസുകാരൻ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. താനിരിക്കേണ്ടിടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ മേനകാ ഗാന്ധിയുടെ അരുമ കയറിയിരിക്കും എന്ന് മറ്റൊരു ചൊല്ലുണ്ട്. അധികാരം കയ്യിലുള്ളപ്പോൾ ഇരിക്കേണ്ടിടത്തിരുന്ന് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഏത് പോലീസുകാരനെയും ജനം മേനകാ ഗാന്ധിയുടെ പൊന്നുമോനെ എന്ന് വിളിക്കുന്നതിൽ അത്ഭുതമില്ല. കേട്ടുള്ളൂ. പാമ്പിനെയും പട്ടിയെയും പശുവിനെയും പോലും കൊല്ലാൻ നിയമമില്ലാത്ത ഈ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത്? ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് അല്ല, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്. അത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വെരുട്ട് കേട്ട് തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. സാധുജന വിമോചന സംയുക്ത വേദിയുടെ പുനലൂർ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങാണ് രംഗം. 3 വിഷയങ്ങളാണ് സംഘടന മുന്നോട്ട് വെച്ചത്. 1. കുളത്തൂപ്പുഴയിൽ ശൈലജ എന്ന പട്ടികജാതി വീട്ടമ്മ ചുട്ടുകരിച്ച് കൊല ചെയ്യപ്പെട്ട സംഭവത്തിലെ പ്രതികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകുക. 2. കടശ്ശേരിയിൽ പട്ടികജാതി വീട്ടമ്മയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുക. 3. പത്തനാപുരം സ്വദേശിയായ പട്ടികജാതിയിൽപ്പെട്ട യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ ആശുപത്രിയിൽ അവശനിലയിൽ കഴിയുന്ന സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുക. 3 വിഷയങ്ങളിലും ഇരകൾ പട്ടികജാതിക്കാർ ആയതുകൊണ്ട് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കേണ്ടത്. ബാക്കി ലാഹ ഗോപാലൻ പറയും. അതായത് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ കുറയാത്ത റാങ്കുള്ള ഒരാളും പട്ടികജാതിക്കാരന്റെ വിഷയത്തിൽ കൈയിടാൻ അവർക്ക് അവകാശമില്ല. പട്ടികജാതിക്കാരന്റെ കേസ് അന്വേഷിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ പോലീസോ സബ് ഇൻസ്പെക്ടറോ സർക്കിളോ അല്ല. ഇവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് നേരിട്ട് പട്ടികജാതിക്കാരന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ അത് ശരിയായ രീതിയിൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള പഴുതില്ലാത്ത എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ കൊടുത്താൽ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഈ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കുറച്ചുകൂടി ഗൗരവമായിട്ട് 86 അട്രോസിറ്റി ആക്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വകുപ്പ് കൂടി ഉണ്ടാക്കി, പട്ടികജാതി പീഡന നിരോധന നിയമം. നിയമങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ തങ്ങൾക്ക് കിട്ടേണ്ട നീതി കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് ലാഹ ഗോപാലൻ പറയുന്നത്. അത് പോലീസിന്റെ പിടിപ്പുകേടാണത്രേ. ഈ നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും പട്ടികജാതിക്കാരെ മാമ്പഴം പോലെ ഇവിടുത്തെ സവർണജാതികൾ കൊന്നൊടുക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസുകാരെ ഈ രാജ്യത്തെ പട്ടികജാതിക്കാർ പട്ടിക്കുള്ളവരെ പോലും കൊടുക്കാൻ ഞങ്ങൾ ഇനിയും തയ്യാറില്ലെന്നൊക്കെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ രാജ്യത്ത് നിർബന്ധിതരാകുകയാണോ? ഇതാണ് ആഴ്ചവട്ടം പറയുന്നത്. അളമുട്ടിയാൽ ആരും കടിക്കുമെന്ന്. പോലീസിന് കിട്ടുന്ന വില കാക്കിയുടെ വിലയാണ്. കാക്കിക്കുള്ളിലെ ശരീരത്തിന് ഏതൊരു സാധാരണക്കാരനും ലഭിക്കുന്ന വിലയേ ഉള്ളൂ. ജനമൈത്രി പോലീസിംഗ് ഒക്കെ ഉണ്ടായിട്ടും ഇന്നും പോലീസ് സ്റ്റേഷനിൽ കയറാൻ മാന്യന്മാർക്ക് ഭയമുണ്ട്. അതൊരു വസ്തുതയാണ്. പോലീസ് ജനത്തിന്റെ വെറും കാവൽക്കാരാണ്, ജോലിക്കാരാണ് എന്ന കാര്യങ്ങൾ അറിയാത്തത് പലപ്പോഴും പോലീസിന് മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അവർ നിലവിട്ട് പെരുമാറുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ തോന്നും പോലെ ചെയ്യുന്നതും. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ജോലിയിലിരിക്കുമ്പോൾ വലിയ പവറാണ്. തൊപ്പി, കാക്കി, പിന്നെ കയ്യിൽ അധികാരം രണ്ടും. ആരെയും എന്തും പറയാനും മാറി നിൽക്കണ എന്ന് പറയാനും ഒക്കെയുള്ള അധികാരം. ഈ നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും പട്ടികജാതിക്കാരെ മാമ്പഴം പോലെ ഇവിടുത്തെ സവർണജാതികൾ കൊന്നൊടുക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസുകാരെ
ഈ രാജ്യത്തെ പട്ടികജാതിക്കാർ പട്ടിക്കുള്ള വില പോലും കൊടുക്കാൻ ഞങ്ങൾ ഇനിയും തയ്യാറില്ലെന്നൊക്കെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ രാജ്യത്ത് നിർബന്ധിതരാകുകയാണോ? നമ്മുടെ രാജ്യത്ത് പോലീസുണ്ട്, അവർ ജോലി ചെയ്യുന്നുമുണ്ട്. പക്ഷെ ശരിയായി ജോലി ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. പോലീസിനെ ആർക്കാണ് ശരിയും തെറ്റും പഠിപ്പിക്കാൻ സാധിക്കുക? പാമ്പിനെയും പട്ടിയെയും പശുവിനെയും പോലും കൊല്ലാൻ നിയമമില്ലാത്ത ഈ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത്. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ? ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് അല്ല, ഞങ്ങളുടെ ജീവനും സ്വത്തിനും. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ? പോലീസിനെ നിയന്ത്രിക്കാൻ അതത് സർക്കാരുകളുടെ ആഭ്യന്തര വകുപ്പിനാണ് അധികാരം. പോലീസ് ഇങ്ങനെ ജോലി ചെയ്താൽ പോരാ എന്ന് പറയേണ്ടത് അവരാണ്. വോട്ട് ബാങ്ക് എന്ന നിലയ്ക്ക് സാധുജന വിമോചന സംയുക്ത വേദിക്ക് രാഷ്ട്രീയക്കാരെ സമീപിച്ച് പ്രശ്നം അവതരിപ്പിക്കാവുന്നതേയുള്ളൂ. ഞങ്ങളിവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ തണലിലല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ 65 വർഷമായി രാഷ്ട്രീയക്കാരുടെ തണലിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നും ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ തനതായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയില്ലാതെ ഞങ്ങളുടെ ജീവനുസത്തിനും സംരക്ഷണം നൽകുക എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 46-ാം വകുപ്പ് അത് നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ട ഏറ്റവും താഴത്തെ ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്. രാഷ്ട്രീയക്കാർ കൈയൊഴിഞ്ഞു, നിയമമാണ് ആകെയുള്ള വഴി. അത് നടപ്പാക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഡിവൈഎസ്പിയും. അദ്ദേഹമാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ലത്രേ. അതിനാണ് ഈ പരസ്യമായ തെറിയഭിഷേകം. ഞങ്ങളുടെ ജീവനുസത്തിനും സംരക്ഷണം നൽകുക എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 46-ാം വകുപ്പ് അത് നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ട ഏറ്റവും താഴത്തെ ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്. അതായത് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ കുറയാത്ത റാങ്കുള്ള ഒരാളും പട്ടികജാതിക്കാരന്റെ വിഷയത്തിൽ കൈയിടാൻ അവർക്ക് അവകാശമില്ല. പട്ടികജാതിക്കാരന്റെ കേസ് അന്വേഷിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ പോലീസോ സബ് ഇൻസ്പെക്ടറോ സർക്കിളോ അല്ല. ഇവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് നേരിട്ട് പട്ടികജാതിക്കാരന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ അത് ശരിയായ രീതിയിൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള പഴുതില്ലാത്ത എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ കൊടുത്താൽ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല. പാമ്പിനെയും പട്ടിയെയും പശുവിനെയും പോലും കൊല്ലാൻ നിയമമില്ലാത്ത ഈ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത്. ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നതല്ല, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്. അത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വെരുട്ട് കേട്ട് തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്, ആർക്കാണ് അതിന്റെ ചുമതല, എന്താണെന്ന് നടപ്പിലാക്കുന്നതിനുള്ള തടസ്സം എന്ന് ഞങ്ങൾക്ക് ഇന്നറിയണം. ലാഹഗോപാലൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. രാജ്യത്ത് പട്ടികളെ കൊല്ലാൻ നിയമമില്ല, തവളയെ കൊല്ലാനും നിയമം അനുവദിക്കുന്നില്ല. എന്തിന്? മൂർഖൻ പാമ്പിനെ പോലും സംരക്ഷിക്കാനാണ് നിയമം. എന്നിട്ടും പട്ടികജാതിക്കാരെ കൊലപ്പെടുത്തിയാൽ ചോദിക്കാൻ ആളില്ല. കേൾക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള വലിയ ടൗണുകളില്, അത് അവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ തെരുവുകളിലും ടൗണുകളിലും തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് മനുഷ്യനെ തെള്ളിയിട്ട് കടിച്ചു കീറുന്ന രംഗം പോലും ചാനലുകാര് തത്സമയം കാണിക്കുകയാണ്. അങ്ങനെ പണ്ടൊക്കെ പട്ടിയെ പഞ്ചായത്തിൽ നിന്ന് പിടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം കേന്ദ്രത്തിൽ ഒരു വനിതാ മന്ത്രി വന്നപ്പോൾ മാറി. അങ്ങനെ ഒരു നിയമം വന്നതിന്റെ ഫലമായി ഈ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അവകാശമില്ല. 100 കണക്കിന് ആളുകളെ കടിച്ചാലും ഒരു പട്ടിയെ കൊല്ലാൻ ഈ രാജ്യത്ത് നിയമമില്ലെന്നിരിക്കെ തിരുവനന്തപുരത്തെ പട്ടിശല്യം തീർക്കാൻ എന്താ ഇപ്പൊ ചെയ്യുന്നറിയാമോ? വളരെ സ്നേഹമായിട്ട് പട്ടിയെല്ലാം പിടിച്ച് പണ്ട് പട്ടികജാതിക്കാരന്റെ ഞാനും
രാജ്യത്തെ ഇവിടുത്തെ തെരുവ് നായ്ക്കളുടെ ഞരമ്പ് കണ്ടിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ സർക്കാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. തെരുവ് നായ്ക്കളുടെ ഞരമ്പ് കണ്ടിച്ച് അതിന്റെ പ്രത്യുൽപാദനം ഇല്ലാതാക്കുക. ഇനിയും പട്ടി പ്രസവിക്കണ്ട പട്ടികജാതിക്കാരും. അതാണ് നമ്മുടെ ഞരമ്പ് കണ്ടിച്ച് പട്ടിയുടെ ഞരമ്പ് കണ്ടിക്കുകയാണ്. ഈ ഞരമ്പ് കണ്ടിച്ച് പട്ടിയെ സംരക്ഷിക്കുന്നതല്ലാതെ ജനങ്ങളെ കൊല്ലുന്ന പട്ടിയോട് ക്രൂരമായി പെരുമാറാനോ അല്ലെ അതിനെ കൊന്ന് അതിന്റെ ശല്യം തീർക്കാനോ ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല. പട്ടിയോടുള്ള സർക്കാരിന്റെ സമീപനം ഇങ്ങനെയാണ്. പലപ്പോഴും സാധാരണ മനുഷ്യനോട് ആരും ഇത്ര സ്നേഹം കാട്ടാറില്ല, അവൻ പട്ടികജാതിക്കാരനാണെങ്കിലും അല്ലെങ്കിലും. ബാക്കി കേൾക്കാം. അത് പോട്ടെ, തവളയെ കൊല്ലാൻ പറ്റുമോ? ഇന്ന് തവളയെ കൊല്ലാൻ പറ്റില്ല. വേണ്ട, മൂർഖം പാമ്പ് കടിക്കുന്ന മൂർഖം പാമ്പ് വന്ന് വരയ്ക്കകത്ത് കയറിയാൽ, കോഴിക്കൂട്ടിൽ കയറിയാൽ, കോഴിയെ മൊത്തം പിടിച്ചു നിന്നാൽ ബാബാ സുരേഷിനെ വിളിച്ചു വരുത്തണം. ബാബാ സുരേഷ് വരുന്നത് വരെ പാലും പഴം കൊടുത്തോണ്ടിരിക്കണം ഈ മൂർഖം പാമ്പിന്. അവൻ വന്ന് ഒഴിയെ പിടിച്ച് ചാക്കിനകത്ത് കയറ്റിക്കൊണ്ടുപോകും. അങ്ങനെ പാമ്പിനെയും പട്ടിയെയും പശുവിനെയും പോലും കൊല്ലാൻ നിയമമില്ലാത്ത ഈ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തോ ഊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത്. ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് ഊല്ല, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്. അത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വെരുട്ട് കേട്ട് തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. പച്ചത്തെറി 2 തവണയാണ് പോലീസിന്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പുനലൂർ ഡിവൈഎസ്പിക്ക് ലാഹ ഗോപാലന്റെ സമ്മാനം. കേരളത്തിൽ മൈക്ക് വെച്ചുകെട്ടി പരസ്യമായി പച്ചത്തെറി പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ കേട്ട തെറിപ്രയോഗത്തിനെതിരെ കേസെടുത്തതായി ഇതുവരെ അറിവില്ല. ഇനി കേസെടുക്കാൻ തീരുമാനിച്ചാലും ലാഹഗോപാലൻ പ്രയോഗിച്ച വാക്കിന് നമുക്കൊക്കെ അറിയാവുന്ന അശ്ലീല അർത്ഥം കൂടാതെ ഊണ എന്നൊരു അർത്ഥം കൂടി ശബ്ദധാരാവലിയിൽ പറയുന്നു. അതുകൊണ്ട് രക്ഷപ്പെടാം. അതുമല്ലെങ്കിൽ CPM-നുള്ളതുപോലെ സ്വന്തം ശബ്ദധാരാവലി ഉണ്ടാക്കി അതിൽ ലാഹഗോപാലൻ പ്രയോഗിച്ച വാക്കിന് പ്രകാശം പരത്തുന്നവൻ എന്നോ വീണ വായിക്കുന്നവൻ എന്നോ ഒക്കെയുള്ള അർത്ഥം ചമച്ചാലും മതിയാവും. പാമ്പിനെയും പട്ടിയെയും പശുവിനെയും പോലും കൊല്ലാൻ നിയമമില്ലാത്ത ഈ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തോ ഊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത്. ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് ഊല്ല, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്. പോലീസ് ഇക്കാര്യത്തിലും ഉദാരമതികളാണ്. പരസ്യമായി തെറി പറഞ്ഞിട്ടും ലാഹഗോപാലനെ കേസെടുക്കാതെ വെറുതെ വിട്ടല്ലോ. ഇതുതന്നെയാണ് ലാഹഗോപാലൻ പറഞ്ഞ വിഷയങ്ങളിൽ പ്രതികൾക്ക് നേരെയുള്ള പോലീസിന്റെ സമീപനവും. ഇരകൾക്കൊന്നും തന്നെ ഉദ്ദേശിച്ച നീതി ലഭിച്ചിട്ടില്ല. പോലീസിന് തൽക്കാലം വേറെ പണിയുണ്ട്. പോലീസുകാര് എന്തോ കൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത്. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ. ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് ഊല്ല, ഞങ്ങളുടെ ജീവനും സ്വത്തിനും അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ. പോലീസിനെ പണി പഠിപ്പിക്കരുത്. ആർക്കെതിരെ കേസെടുക്കണം, ആർക്കൊക്കെ എതിരെ കേസ് എടുത്തുകൂടാ എന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ ലാഹഗോപാലൻ പറഞ്ഞതുപോലെ പോലീസ് കൃത്യമായി പ്രതികളെ കണ്ടുപിടിച്ച് കൃത്യമായി കേസെടുത്ത് FIR തയ്യാറാക്കി പഴുതടച്ച് കുറ്റപത്രം സമർപ്പിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇത് ഉട്ടോപ്യയല്ല, കേരളമാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് പട്ടികജാതിക്കാർക്ക് മാത്രമല്ല, കയ്യിൽ കാശില്ലാത്ത ഏതു സാധാരണക്കാരനും ഇതൊക്കെ നേരിടേണ്ടി വരും. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉദ്യോഗസ്ഥരാരാണ്, ആർക്കാണ് അതിന്റെ ചുമതല, എന്താണെന്ന് നടപ്പിലാക്കുന്നതിനുള്ള തടസ്സം എന്ന് ഞങ്ങൾക്ക് ഇന്നറിയണം. സല്യൂട്ട് അല്ല ഇവിടെ പ്രശ്നം. വാക്സിൻസ് ഒക്കെ കിട്ടിയില്ലേ? എവിടെ? ഉണ്ണിക്കുട്ടൻ, ഉത്തരാമചരിതം, മനോരാജ്യം, ടോംസ്, പൂമ്പാറ്റി എവിടെ? അടിയിലുണ്ട് സാർ. അടിയില്ല, ഇവിടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഇത് വെടിവെച്ചു കൊള്ളണം. ഇനി ഒരു പട്ടികജാതിക്കാരി പെണ്ണോ ഒരു പട്ടികജാതിക്കാരനോ ഇവിടെ കൊല ചെയ്യപ്പെടാൻ കഴിയില്ല. അത് നിരോധിക്കാൻ ഇവിടുത്തെ SPക്ക് അവകാശമുണ്ട്. ഇതൊക്കെ തടയാൻ ആർക്ക് അവകാശമുണ്ട് എന്നതല്ല വിഷയം. എല്ലാ വിഷയങ്ങളിലും കൃത്യമായി മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന എത്ര ഉദ്യോഗസ്ഥർ സേനയിലുണ്ട് എന്നതാണ്. പൊതുജനത്തോട് മാന്യമായി പെരുമാറാൻ പോലും അറിയാത്ത അസഹിഷ്ണുക്കളാണ് സേനയിൽ കൂടുതലും.
ഗൗരവവും മസിലും തെറിയുമാണ് തങ്ങളെ പോലീസാക്കുന്നത് എന്നാണ് പലരും ഇന്നും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റിട്ടയർ ആയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും സമൂഹം വില കൊടുക്കാത്തത്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ, ജാമ്യമില്ലാത്ത വകുപ്പ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ടെന്നിരിക്കെ 8 വർഷം മുമ്പ് കൊല ചെയ്തവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവന്റെ പെങ്ങളെ കൊല്ലുമായിരുന്നോ? ഇന്ന് അവന്റെ പെങ്ങളെ 8 വർഷം മുമ്പ് ആങ്ങളെ കൊന്നിട്ടൊരു മുല്ലുമില്ല. അതുകൊണ്ട് ഇന്ന് പെങ്ങളെ കൊന്നു, നാളെ അവന്റെ അമ്മയെ കൊല്ലും. ഇതൊരു വീട് കൊണ്ട് അവസാനിക്കുന്നില്ല. 8 വർഷം മുമ്പ് കൊല ചെയ്തവനെ അറസ്റ്റ് ചെയ്താലും ഇതൊക്കെ തന്നെ സംഭവിക്കും. കാരണം ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് കൊലക്കേസ് പ്രതിക്കും ജാമ്യം കിട്ടും. കോടതികളിൽ പലപ്പോഴും വിജയിക്കുന്നത് വക്കീലിന്റെ മിടുക്കാണ്. ഇതിപ്പോ ഈ പത്തനാപുരത്തിന്റെ മൂക്കിന്റെ കീഴിലാണ് ഞാനിപ്പറയുന്ന 2 സംഭവം. ഒരു പയ്യൻ 28 വയസ്സുകാരൻ ഇപ്പൊ പത്തനംതിട്ട ആശുപത്രിയിലുണ്ട്. ഞങ്ങൾ വളരെ ദയനീയമായി പറയുന്നു, ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി ഇന്ന് ആ പയ്യനെ നേരിട്ട് കാണണം. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഈ ആശുപത്രിയിൽ പോയി ആ പയ്യനെ പരിശോധിക്കണം. അദ്ദേഹം നേരിട്ട് കാണണം, ബോധ്യപ്പെടണം എങ്ങനെ ഈ പയ്യന് സംഭവിച്ചു. ആ ചെറുപ്പക്കാരന് എന്തു സംഭവിച്ചു? ആ വീട്ടുകാരെന്നോട് പറഞ്ഞത് രാത്രി 1 മണി വരെ ആ പയ്യൻ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നെ അല്പം തലയ്ക്ക് ലൂസുണ്ടെന്നുള്ള ഒരു സത്യമാണ്. അത് ആർക്കും പിന്നെ വോട്ട് ചെയ്യുന്ന പയ്യനല്ല. പക്ഷെ 1 മണി വരെ ജീവനോട് നടന്ന ഒരു പയ്യൻ നേരം വെളുത്ത വീട്ടുകാർ എണീറ്റ് നോക്കുമ്പോൾ അവരുടെ വിറകുപുരയിൽ ഉറുമ്പരിച്ചു കിടക്കുന്നു. അവരുടെ വിറകുപുരയിൽ ഉറുമ്പരിച്ചു കിടക്കുന്നു. ശരീരം മുഴുവൻ ഉറുമ്പരിച്ചു കിടക്കുന്നു. അവൻ അറിയുന്നില്ല. ആ തരത്തിലൊരു പരിക്ക് പറ്റിയിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ വന്നവരോട് പറയുന്നു, ഇന്നലെ ഞങ്ങളുടെ കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് വീഴുന്നു രാത്രി. കെട്ടിടം എന്ന് പറയുന്നത് ഇവരുടെ വീടും കഴിഞ്ഞ് 4 വീടപ്പുറമാ. ഈ കെട്ടിടത്തിന്റെ മണ്ടയിൽ നമ്മുടെ മുറ്റത്ത് വീണ പയ്യൻ ഇങ്ങനെ ഈ വിറകുവരെ വന്നു. ഏതാണ്ട് 10-200 കിലോമീറ്റർ അകലെയുള്ള ഒരു വിറകുവരയിൽ ഈ പയ്യൻ വന്നു. ഇത് പരിശോധിക്കാൻ പോയ പോലീസുകാരൻ എത്ര വിവരമുണ്ട്? പിശാചെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട സർ. ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാച്. അതെന്താണ് മാത്രം പിശാച് വന്നത് സാർ? പിശാചുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും സാർ, അയ്യോ, അയാൾക്ക് ചോദിച്ചൂടെ ഈ പയ്യനെ ആരിവിടെ കൊണ്ടിട്ടു? ആ കൊണ്ടിട്ടവന് തപ്പിക്കരിയുമ്പോ പ്രതിയായില്ലേ? കാരണം കഴുത്തിനടിവശം നഷ്ടപ്പെട്ടവനാണ്. തല മാത്രമേ ചലിക്കൂ. ആ കെട്ടിടത്തിന്റെ മണ്ടയിൽ വീണ് കഴിഞ്ഞാൽ 200 മീറ്റർ നടന്ന് ഈ വിറക് വരെ വന്ന് കിടക്കാൻ അവന് കഴിയില്ലെന്ന് കണ്ടാ മനസ്സിലാകാത്ത ഏത് പോലീസുകാരനാണ് കേരളത്തിലുള്ളത്? അതും പോരാങ്കിൽ അതേ പോലീസുകാരൻ ഇവൻ വീടെന്ന് പറയുന്ന വീടിന്റെ മണ്ടയെന്ന് അവന്റെ ചട്ടിയും തൊപ്പിയും എടുത്തിട്ടുണ്ട്. അപ്പൊ കെട്ടിടത്തിന്റെ മണ്ടയിൽ ചാടാൻ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ അവന്റെ ചട്ടി ഊരി വെച്ചേച്ച് ചാടുവോ? അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ചട്ടി ഊരി വെച്ചേച്ചാണോ? അവന്റെ ചട്ടി പോലീസിന്റെ കയ്യിലുണ്ട്. 2.5 മാസം കഴിഞ്ഞിട്ടും ആ പയ്യന് ചലനമില്ല. തിരുവനന്തപുരത്ത് നിന്നും ഈ ആശുപത്രി കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കറിയേണ്ടത് എടുത്തു ചാടിയ കെട്ടിടത്തിന്റെ താഴെയിൽ നിന്നാണോ അവന് കിട്ടിയതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം അത് വീണതാണോ. ഈ കെട്ടിടത്തിന്റെ 200 മീറ്റർ അകലെയുള്ള ആ പട്ടികജാതിക്കാരന്റെ വിറക് വരയിലെങ്കിൽ ഈ പയ്യൻ വന്നു. ഇല്ലെങ്കിൽ ഈ പയ്യനെ അവിടെ കൊണ്ടിട്ടപ്പോ ഇല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ മണ്ടയിൽ വീണപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം കാണുന്നത് ആരോ അവരിവനെ ഒന്നുകിൽ ആശുപത്രിയിൽ എത്തിക്കണം, അല്ലെ ബന്ധുക്കളെ അറിയിക്കണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല. ഈ ബന്ധുക്കളുടെ മുറ്റത്തുള്ള വിറകുവരെ കൊണ്ടിട്ടിട്ട് അക്ഷരം പോലും മിണ്ടാതെ അവർ തിരിച്ചുപോയി. ഇതൊരു കുറ്റമല്ലേ? അങ്ങനെ നോക്കിയാൽ തെറ്റല്ലാത്തതൊന്നുമില്ല. അതൊക്കെ വിവേചിച്ചറിയാനുള്ള ബോധം പോലീസിന് ഇല്ലാത്തതുമല്ല. എന്താണ് ഈ പോലീസ് അന്വേഷിക്കാത്തത്? അവനൊരു പട്ടികജാതിക്കാരനായിട്ട് അവന് വിറക് ചട്ടി കൂടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തെന്നോ? പണ്ട് വയനാടിന്റെ കാലത്ത് ചാക്കിനകത്ത് കയറിയിരുന്ന് മുടി വാരിക്കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോഴും ചട്ടി കൂടിയിട്ട് തൊപ്പി കൂടി വെച്ചാൽ പുള്ളി ചാകാൻ പോയത്. നാളെ ആരെങ്കിലും ചാകുമ്പോഴേലും ഒരു കോണാൻ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാത്തവരുണ്ടോ? കോണാനില്ലാത്തവൻ പോലും ചാകാൻ പോകാമെന്ന് അവൻ ഉറപ്പുണ്ടെങ്കിൽ അവൻ കോണാൻ ആ ചട്ടിയെ എടുത്തിരിക്കും, ഇല്ലേ? അയാൾ പട്ടികജാതിക്കാരനായതുകൊണ്ടോ ജട്ടി ഊരിയിട്ടതുകൊണ്ടോ ഒന്നുമല്ല പോലീസ് അന്വേഷിക്കാത്തത്. താല്പര്യമില്ലായ്മ. അല്ലെങ്കിൽ തന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർക്ക് വേണ്ടി ആരാണ് എന്തെങ്കിലും ചെയ്യുക?
കാശോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലാത്തവരുടെ പരാതികൾ കൃത്യമായി പരിഹരിക്കപ്പെട്ടു എന്നു കേട്ടാൽ നമ്മൾ അത്ഭുതം കൊണ്ട് ഞെട്ടണം പലവട്ടം. ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇന്ത്യൻ ഭരണഘടനയുടെ 46-ാം വകുപ്പ് അനുശാസിക്കുന്നുണ്ട്. കൂടാതെ 19-ാം വകുപ്പിന്റെ പൗരാവകാശവനുണ്ട്. 21-ാം വയസ്സിന്റെ അവന് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഇങ്ങനെ തുടങ്ങി 13-ലേറെ നിയമങ്ങൾ എഴുതി വെച്ച ഭരണഘടന ഈ രാജ്യത്ത് നിലവിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് പോലീസും അഡ്വക്കേറ്റന്മാരുമാണ്. അവര് പോലും ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതം എന്തായിരിക്കും? അതുകൊണ്ട് ഞങ്ങൾക്കും ഈ ധർണയിൽ പറയാനുള്ളത്, ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പുനലൂർ ഡിവൈഎസ്പിയുടെ നിലപാടെന്താണ്? ഈ പാവാര സാറിനൊരു പരാതി നേരിട്ട് തരാൻ വേണ്ടി വന്നിരിക്കുക. എന്നിട്ട് പരാതി എവിടെ? ഇതൊന്ന് പിടിച്ചേ. പോലീസ് സ്റ്റേഷനിലേക്ക് എന്താ മുതുക്ക പരാതി കൊണ്ടുവരണേ? അല്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിന് പരാതി ഇഷ്ടമല്ലെന്ന്? വരൂ കമാൺ. ഈ പുനലൂർ ആശുപത്രിയിൽ കിടക്കുന്ന ആ പയ്യനെ നേരിൽ കണ്ടിട്ട് പോലീസ് അദ്ദേഹത്തിന് കൊടുത്ത റിപ്പോർട്ട് നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും ഇത് ശരിയാണോ എന്ന് അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടണം. അതിന് അദ്ദേഹം തയ്യാറാക്കണം, ദയ കാണിക്കണം. അതുദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. സാറ് മാന്യനായ ഒരു ഇൻസ്പെക്ടർ ആയതുകൊണ്ട് ഇവിടെ വരെ വന്ന് വിവരറിയാന്ന് വെച്ചു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഈ ധർണയിൽ ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുവാനും അദ്ദേഹം ഈ ആശുപത്രി വരെ പോയി ആ പയ്യനെ ഒന്ന് നേരിട്ട് കാണണം. പട്ടികജാതിക്കാർക്ക് വരുന്ന സംഭവങ്ങൾ നേരിട്ട് കാണാൻ അദ്ദേഹത്തിന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അദ്ദേഹം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ദയവായിട്ട് ആ ഒന്ന് പരിശോധിച്ചിട്ട് പത്തനാപുരം പോലീസ് പറഞ്ഞു ശരിയാണോ എന്ന് പരിശോധിക്കും. അടുത്തത് കടശ്ശേരിയിൽ മർദ്ദനമേറ്റ പട്ടികജാതി സ്ത്രീ. കടശ്ശേരി എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ 58 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. എല്ലാവരും കാണും. ഈ സ്ത്രീയുടെ തലയിൽ 12 കുത്തിക്കെട്ടുണ്ട്. ഇന്നലെ ആ സ്ത്രീയുടെ കൈ തിരുവനന്തപുരത്ത് കൊണ്ട് കമ്പിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളുടെ പാവാട ഒന്ന് പൊക്കിക്കുക, കാലയിലെ മുറുക്കുന്ന കാണട്ടെ കെട്ടടിച്ച്. അങ്ങനെ 3 സ്ത്രീകൾ കൂടി മുടി മുതൽ നഖം വരെ അടിച്ച് ശരിയാക്കി ഈ സംഭവം പത്തനാപുരം പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ എന്താ പറഞ്ഞ്, നിങ്ങളെ അടിച്ച വടി കൊണ്ടുവരാൻ. നിങ്ങളെ അടിച്ച വടി എടുത്തുകൊണ്ട് എന്നിട്ട് നോക്കാൻ കേസ് എടുക്കാവുന്നു. അപ്പൊ ഇവരെ നേരിട്ട് എസ് പി ഹാജരാക്കുകയാണ്. ആശുപത്രി കിടക്കുന്നവനെ വേണമെങ്കിൽ ആംബുലൻസ് വഴി ഞാൻ ഇവിടെ കൊണ്ടാക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട എസ് പി അടിയന്തരമായി ഇടപെടുകയും പട്ടികജാതിക്കാർക്ക് നീതി ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ അങ്ങേർക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചോളാം. എന്താ പ്രശ്നം? ആ ശിവശങ്കരൻ, അതെ ശിവശങ്കരൻ ഒന്ന് കിട്ടിയ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ജീപ്പുണ്ടേ. വാറന്റ് ഉണ്ടോ? വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ എസ് പിക്ക് കഴിയത്തില്ലെങ്കിൽ ഞാൻ രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിക്കാം. ഞാൻ നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. നീതി നടപ്പിലാക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടെങ്ങനെ ചെയ്യിക്കാമെന്നും ഈ സ്വാധീന വിമോചന സംയുക്ത വേദിക്ക് കഴിയും. അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളിലായിട്ട് അട്ടക്കുളം എന്നത് വേറൊരു സ്ഥലമുണ്ട്. നിറയെ അട്ടയാണ്. അവിടുത്തെ സ്റ്റേഷനില് നേരത്തെ ഉണ്ടായിരുന്ന SI എന്തോ ആന എവിടെ ചത്തുന്നൊക്കെ കേട്ടു. പിന്നെ ഇതുവരെ പുതിയ നിയമനം നടന്നിട്ടില്ല. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നാണ് വകുപ്പ് തീരുമാനം. ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണെന്ന് അറിയാലോ. ഞാൻ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റിയിൽ സാറിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്നാണ്. പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം അറിയാമല്ലോ. പോലീസിന് നേർക്കുള്ള ഈ സമ്മർദ്ദ പ്രസംഗം ആകെ ഒന്ന് നോക്കാം. തെറിയിൽ തുടങ്ങി പരിഭവത്തിലൂടെ അപേക്ഷയിലെത്തി ഒടുവിൽ ഭീഷണിയിൽ അവസാനിച്ചു. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏറെ രാഷ്ട്രീയവും ഇത്തിരി ജീവിതവുമായി ഇത്തവണയും ആഴ്ചവട്ടം അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.